ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോബർട്ട് കിയോസാക്കി. ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്ന് ജോലി തന്നെ അവസാന ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മൾ കേട്ടു വളരുന്നത് ഒരു നല്ല ജോലി കണ്ടെത്തുക പരമമായ ലക്ഷ്യമെന്നാണ്. വർഷങ്ങളുടെ പഠനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതിഫലനമാണ് ജോലി. പക്ഷേ യഥാർത്ഥ സത്യം ഇതാണ്: ജോലിയെ ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനമായി കാണരുത്, മറിച്ച് ഒരു താൽക്കാലിക സ്കൂളായി, ഒരു പഠനഘട്ടമായി കാണണം. അത് നിങ്ങളെ അതിലും വലുതായ ഒന്നിനു വേണ്ടി തയ്യാറാക്കുന്നു. ഞാനിത് നേരത്തെ പഠിച്ചു. ഈ ധാരണയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ പൂർണ്ണമായും മാറ്റിയത്. ഞാൻ സെറോക്സിൽ ജോലി ചെയ്ത് സ്വീകരിച്ചപ്പോൾ പലരും ആശയക്കുഴപ്പത്തിലായി. ഞാൻ ജോലിയിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ പരസ്യമായി പണ്ടേ പറഞ്ഞതായിരുന്നു. എന്നിട്ടും ഞാനൊരു വലിയ കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. സത്യം ഇതാണ്: ഞാൻ അവിടെ ജോലിക്കാരനാകാൻ വേണ്ടിയായിരുന്നില്ല, ഞാൻ പ്രൊമോട്ടറെ തേടുകയായിരുന്നില്ല, ഒരിടത്തും എത്താത്ത കോർപ്പറേറ്റ് കോണിപ്പടികൾ കയറുകയുമായിരുന്നില്ല. ഞാൻ അവിടെ ഒരേ ഒരു കാരണത്തിന് വേണ്ടിയായിരുന്നു കയറിയത്: വിൽക്കാൻ പഠിക്കാൻ, സെല്ലിംഗ്. ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കഴിവുകളിലൊന്നായി ഞാൻ കരുതുന്ന ആ കഴിവിൽ വൈദഗ്ധ്യം നേടാൻ ഞാൻ ആഗ്രഹിച്ചു. ആശയവിനിമയം നടത്താനും ചർച്ച നടത്താനും ബോധ്യപ്പെടുത്താനുമുള്ള കഴിവ്. കാരണം എനിക്കറിയാമായിരുന്നു, ഞാൻ ഈ കഴിവ് നേടുന്നതുവരെ എനിക്കൊരിക്കലും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്ന്. ഇത് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്നത്. ഒരു ജോലി ഉപയോഗപ്രദമാകും, പക്ഷേ നിങ്ങൾ അതിനെ ഒരു പഠനോപകരണമായി ഉപയോഗിക്കുമ്പോൾ മാത്രം. പ്രശ്നമിതാണ്: പലരും ഒരു കമ്പനിയിൽ ചേരുന്നു, പതിറ്റാണ്ടുകളോളം അവിടെ തന്നെ തുടരുന്നു. ആ ഡെസ്കും ആ ബാഡ്ജും ആ നിശ്ചിത ശമ്പളവും സുരക്ഷയെ പ്രതിനിധീകരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ സുരക്ഷ നിലവിലില്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു ബോസിൻ്റെ തീരുമാനത്തെയോ സമ്പദ് വ്യവസ്ഥയുടെ ഇഷ്ടത്തെയോ ഒരു കമ്പനിയുടെ സ്ഥിരതയെയോ ആശ്രയിച്ചിരിക്കുമ്പോൾ സുഖസൗകര്യങ്ങളുടെ തെറ്റായ ധാരണയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ബന്ധിച്ചിടുന്ന കെണി. എനിക്കൊരു അടുത്ത പരിചയക്കാരനുമായി നടത്തിയ സംഭാഷണം ഓർമ്മയുണ്ട്. അവൻ എന്നോട് പൂർണ്ണ സത്യസന്ധതയോടെ പറഞ്ഞു: ഒരു നിശ്ചിത ശമ്പളമില്ലാതെ എൻ്റെ ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ ഉറപ്പുള്ള പണമില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ തന്നെ എനിക്ക് ഭയമാണ്. ഞാൻ മറുപടി പറഞ്ഞു: യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ശമ്പളമില്ലാതെ ജീവിക്കുന്നതല്ല, മറിച്ച് ശമ്പളമാണ് സുരക്ഷയെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ്. കാരണം ഒരു പിരിച്ചുവിടൽ, ഒരു പാപ്പരത്വം, ഒരു പ്രതിസന്ധി, ഇത് മതി ഉറച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയതെല്ലാം തകരാൻ. ആ നിമിഷം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്കൊരിക്കലും ഒരു നിയന്ത്രണവുമില്ലായിരുന്നു എന്ന്. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ ആശ്രയിക്കാത്ത ഒന്നിനെ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു: ആസ്തി റിയൽ എസ്റ്റേറ്റുകളോ ബിസിനസ്സോ നിക്ഷേപമോ മാത്രമല്ല. ആസ്തി നിങ്ങളുടെ കഴിവുകൾ കൂടിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, വിപണിയിൽ മൂല്യമുണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ സ്വയം നിങ്ങളെ തന്നെ മാറ്റം വരുത്താനുള്ള, പുനർനിർമ്മിക്കാനുള്ള കഴിവുകളാണ് നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത്. കാരണം ഒരിക്കൽ നേടിയാൽ ആർക്കും അവ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഒരു ജോലി ഈ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു പരിശീലന കളരിയായേക്കാം. പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിക്ഷേപിക്കുന്ന സ്ഥലമാകരുത്. ഏറ്റവും ശക്തമായ കാര്യം: ആർക്കും തുടങ്ങാവുന്ന ഒരു കാര്യമാണിത്. അവരവരുടെ കയ്യിൽ പണമോ പ്രത്യേക അവകാശങ്ങളോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയെ ഒരു സ്കൂളായി കാണുകയും ഭാവിക്ക് ഉപയോഗപ്രദമായ കഴിവുകൾ അതിൽ നിന്ന് നേടാൻ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം എലിയോട്ടം, അതായത് റാറ്റ് റേസിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ചുവടുവയ്പ് നടത്തുകയാണ്. ഇതാണ് 30 വർഷം ഒരു ബാഡ്ജുമായി കുടുങ്ങിക്കിടക്കുന്നവരെയും അതേ ബാഡ്ജിനെ തങ്ങളുടെ സ്വന്തമായ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള ഒരു പാലമായി മാത്രം ഉപയോഗിക്കുന്നവരെയും വേർതിരിക്കുന്നത്. ഇതിനെ കൂടുതൽ പ്രായോഗികമാക്കാൻ നിങ്ങൾക്കുള്ള ഒരു ലളിതമായ വെല്ലുവിളിയുണ്ട്. അടുത്ത 30 ദിവസത്തേക്ക് പണത്തോടും ജോലിയോടുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. ഓരോ തവണയും നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കാൻ പോകുമ്പോൾ സ്വയം ചോദിക്കുക: ഇതൊരു ആസ്തിയാണോ അതോ ബാധ്യതയാണോ? ഇതെൻ്റെ പോക്കറ്റിലേക്ക് പണം ഇടുമോ അതോ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമോ? അതോടൊപ്പം ഭാവിയിൽ ഒരു ആസ്തിയാകാൻ കഴിയുന്ന ഒരു പുതിയ കഴിവ് പഠിക്കാൻ പ്രതിജ്ഞാബദ്ധനാകുക. അത് വിൽപ്പനയാകാം, മാർക്കറ്റിംഗ്, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നിങ്ങൾക്ക് കൂടുതൽ സ്വയം ഭരണാധികാരവും വിപണി മൂല്യവും നൽകുന്ന ഏതെങ്കിലും ഒരു മേഖല. ഈ 30 ദിവസത്തെ അച്ചടക്കം നിങ്ങളുടെ പരിവർത്തനത്തിന്റെ തുടക്കമാകാം. ഒരു ശതകോടീശ്വരനും വെറും ശമ്പള വർധനവിന് കാത്തിരുന്ന് തന്റെ സ്ഥാനം നേടിയിട്ടില്ല. അവരെല്ലാം ആസ്തി നിർമ്മിക്കാൻ പഠിച്ചു. ജോലി ഒരു ലക്ഷ്യസ്ഥാനമല്ലെന്നും മറിച്ച് നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ നിർമ്മിക്കാനുള്ള ഒരു കോവണിപ്പടി മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം
നിങ്ങൾ ജീവിതത്തെ തികച്ചും പുതിയൊരു കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങും. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾ മാസാവസാനം നേടുന്ന ആ മാസാവസാനത്തെ കണക്കിൽ നിന്നല്ല വരുന്നത്, നിങ്ങൾ ജോലി ചെയ്യാൻ തീരുമാനിക്കാത്തപ്പോഴും സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നാണ്. ഇതാണ് ഭയത്തിലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനവും നേടുന്നവരെയും വേർതിരിക്കുന്നത്. ധനികർ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല, അവർ പണം തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആസ്തികൾ നിർമ്മിക്കുന്നു. ഇതാണ് തൻ്റെ ജീവിതം മുഴുവൻ ശമ്പളവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെയും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്ന ഒരാളെയും വേർതിരിക്കുന്ന പ്രധാന വ്യത്യാസം. ഇത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അടുത്ത ചുവട് നിങ്ങൾ തൊട്ട് മുന്നിലാണെന്ന് അറിയുക. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക വിവേകത്തിലേക്കുള്ള യാത്രയിൽ ഒരു ചുവട് കൂടി മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.